ഹലോ, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിൽ പോകട്ടോ. ഞാനും അനിയത്തി മക്കളും എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോകട്ടോ. അപ്പോൾ അവർ നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും അമ്പലത്തിലേക്ക് ഒന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ അടുത്തുള്ള കുറച്ച് അമ്പലങ്ങളൊക്കെ ഒന്ന് പോയിട്ട് തൊഴുതിട്ട് വരാമെന്ന് എഴുതിട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. ഇങ്ങോട്ട് തിരി നിങ്ങൾ മൂന്നാളും ഇങ്ങോട്ട് തിരി. സോനും ഇങ്ങോട്ട് തിരി. അതാ ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി തറവാട്ടമ്പലം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി തൊഴുതിട്ട് ബാക്കി അമ്പലങ്ങളൊക്കെ ഒന്ന് പോയി തൊഴുത് വരാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ തറവാട്ടമ്പലത്തിൽ പോയി തൊഴുതു. ഇനിയിവിടെ അടുത്തൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട്, പിന്നെ ശിവൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് പോയി തൊഴുതിട്ട് നേരെ അങ്ങാടിപ്പുറത്തേക്ക് പോയിട്ട് അവിടെയും പോയി തൊഴുതിട്ട് വേഗം പോരാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ കുറച്ച് നേരം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി, കാരണം എല്ലാവരും ഒരുങ്ങി വരുന്നപ്പോഴേക്ക് സമയം കുറച്ച് വൈകിട്ടോ. എന്നാലും ഞങ്ങൾ എല്ലാ അമ്പലത്തിലും പോയി തൊഴുതിട്ടൊന്ന് വരാൻ തന്നെ വിചാരിച്ചിട്ടോ. കാരണം അവർക്കാണെങ്കിൽ ഇറങ്ങി പോകാൻ അധികം ദിവസമൊന്നുമില്ല. അപ്പോൾ അവർക്ക് പോണതിൻ്റെ മുന്നേ എല്ലാ അമ്പലത്തിൽ നിന്ന് പോയിട്ട് തൊഴുതിട്ട് വരണം എന്നിട്ട്. അപ്പം അങ്ങനെ ഞാനും ഇവിടെ വീട്ടിലേക്ക് നിൽക്കാൻ വന്ന കാരണം ഇക്കും അവരെ കൂടെ അമ്പലത്തിലേക്ക് ഒന്ന് പോകാനായിട്ടോ. അപ്പോൾ നമ്മുടെ വരുമ്പോൾ തന്നെ കേട്ടോ അമ്പലങ്ങളൊക്കെ ഒന്ന് പോയിട്ടുള്ളൂ. കാരണം അവിടെ അടുത്താകുമ്പോൾ ചങ്ങരംകുളത്ത് അവിടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലങ്ങൾ മാത്രമേ ഒന്ന് പോകുള്ളൂ കേട്ടോ. അത് ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് പിന്നെ പുറത്തിറങ്ങി. അതിൻ്റെ മുന്നേ മക്കൾ വേഗം തൊഴുത് പുറത്തിറങ്ങിട്ടോ. അവർക്ക് ആ പുല്ലുകൂടിയൊക്കെ ഓടി കുറച്ച് നേരമൊക്കെ നടന്ന് കളിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മൂസിന് ഭയങ്കര അത്ഭുതം കേട്ടോ. കാരണം അമ്മൂസിന് ഇതൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഇവിടെ വരുമ്പോൾ മാത്രമേ ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവളെയും കൊണ്ട് ഞങ്ങൾ അധികം പുറത്തുകൂടിയൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണിച്ചു കൊടുക്കും കേട്ടോ. അത് അനിയത്തി പായസം ഉണ്ട്. അപ്പോൾ പായസം വാങ്ങാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങി വേറൊരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും പോയി തൊഴുത്. അപ്പോൾ ഒന്ന് ഫുള്ള് എന്താ പറയുക അമ്പലങ്ങളിൽ പോയിട്ട് തൊഴാൻ തന്നെ കരുതിയിട്ട്. കാരണം എന്താ പറയുക ഇന്ന് അതിനായിട്ട് മാറ്റി വെച്ചാൽ കേട്ടോ അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയി തൊഴാൻ കരുതിയിട്ട്. എന്നാലും ഞങ്ങൾ ഉച്ചയ്ക്ക് ആകുമ്പോഴേക്ക് വീട്ടിലെത്താനുള്ള വിധത്തിലാട്ടോ ഞങ്ങൾ ഇന്ന് രാവിലെ ഇറങ്ങിയത് തന്നെ. അപ്പോൾ അതാ ഞങ്ങൾ അവിടെ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ പോയി തൊഴുത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. നീ ഏതാ അമ്പലത്തിക്കാണ്? വെട്ടറില്ലായിട്ടുള്ളൂ. എന്നാൽ പുഴക്കേറ്റമ്പലത്തിന് പോയിട്ട് അങ്ങനെ പോകാം. കുറച്ച് എടുക്കാം. അതാ ഞങ്ങൾ പിന്നെ ഇവിടെ എത്തിയിട്ടോ, പുഴക്കേറ്റി ശിവക്ഷേത്രത്തിലെത്തിയിട്ടോ. അപ്പോൾ അവിടെ പാടത്തുള്ള അമ്പലത്തേക്ക് ഞങ്ങൾ പോയിട്ടോ. അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി. പിന്നെ അവിടെ അടുത്ത് തൊട്ടടുത്ത് തന്നെ വേറൊരു അമ്പലം. അപ്പോൾ അവിടെയും തൊഴുത് പിന്നെ നേരെ വന്നത് ഞങ്ങൾ ശിവക്ഷേത്രത്തിലാട്ടോ. പുഴക്കേറ്റി ശിവക്ഷേത്രത്തിൽ വന്ന് അപ്പോൾ അവിടെയും തൊഴുതിട്ട് ഞങ്ങൾ പിന്നെ നേരെ അങ്ങാടിപ്പുറത്ത് അമ്പലത്തിൽ വന്നിട്ട് പോകാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് വഴിപാട് കഴിക്കേണ്ടതാണ്. അപ്പോൾ അത് ഇനി ചീട്ട അനിയത്തി അവിടെ എഴുതുന്നുണ്ട് കേട്ടോ, വഴിപാട് ചീട്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് കല്യാണം കഴിഞ്ഞതിന് മുന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വന്നിട്ടോ. കാരണം ഞാനും എൻ്റെ അനിയത്തിമാരും ഞങ്ങളെല്ലാവരും കൂട്ടി പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടി ഞങ്ങൾ വൈകുന്നേരം അമ്പലത്തേക്ക് തൊഴാൻ വരും കേട്ടോ. അപ്പോൾ അന്ന് ആ കാര്യമൊക്കെ ഇങ്ങനെ നിങ്ങൾ ആലോചിക്കുന്നു കേട്ടോ. കാരണം ഞങ്ങൾ അന്ന് അങ്ങനെ നല്ല രസമായിരുന്നു. ആ ചേച്ചീനെ ഇപ്പം നാളെ ഞങ്ങളിവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾ ആ കാര്യമൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അന്നൊരു ഭയങ്കര രസമായിരുന്നു. കാരണം എല്ലാവരും കൂടി കൂടിയിട്ട് വൈകുന്നേരം അമ്പലത്തിൽ പോവുക, തൊഴുക, അങ്ങനെയൊക്കെ നല്ല രസമുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നപ്പോൾ അതാ ഓർമ്മ വന്നിട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ എന്താ പറയുക വഴിപാടൊക്കെ കഴിച്ച് തൊഴുതിട്ട് തൊഴാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറിട്ടോ. അപ്പോൾ ഞാൻ അനിയത്തി പോണത് കണ്ടപ്പോൾ എൻ്റെ ചെറിയ അനിയത്തിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. കാരണം ഞങ്ങൾ മൂന്നാളും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മൂന്നാളും ഒരുമിച്ചാണ് എല്ലായിടത്തേക്കും പോയിരുന്നു കേട്ടോ. പക്ഷേ അവൾ പ്രസവിച്ചെടുക്കണ കാരണം അവൾക്ക് ഇങ്ങോട്ടും പോരാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഭയങ്കര സങ്കടം അവൾക്ക് കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ എന്താ പറയുക എൻ്റെ സൗണ്ടിന് ഭയങ്കര മാറ്റമുണ്ട്. ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ സൗണ്ട് ഒരു എന്താ പറയുക എൻ്റെ സൗണ്ട് അല്ലാത്ത പോലെ ഒരു സൗണ്ട് കേട്ടോ.
ഇൻ്റെ സൗണ്ട് മാറണം, അപ്പൂൻ്റെ സൗണ്ട് മാറണം കേട്ടോ. എന്താ ഞങ്ങൾ എല്ലാവരും ചോദിക്കുന്നത് എന്താ ഇങ്ങനെ സൗണ്ട് മാറുമ്പോൾ ജലദോഷം പിടിച്ചിട്ടേ മഴച്ചാറിൽ കൊണ്ടിട്ടേ. അപ്പോൾ അതാ അങ്ങനെ ഞങ്ങൾ പുഴക്കാറ്റി അമ്പലത്തിലും പോയി തൊഴുതിട്ട് ഞങ്ങൾ നേരെ അങ്ങാടിപ്പുറത്തേക്ക് വന്നിട്ട്, അപ്പോൾ അങ്ങാടിപ്പുറത്ത് കൂടി ഒന്ന് തൊഴുതിട്ട് പിന്നെ അവിടുന്ന് ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. പറ്റുമെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോരാന്ന് വിചാരിച്ചിട്ടോ. ഈ ഭാഗത്തൊക്കെ വാരി വേഗം കഴിയടി, വലിയതാണേ. നമുക്ക് അവിടെ വലിയ പാടം കുളം ഉണ്ട്, ഞാൻ കണ്ട്. നിനക്ക് തൊഴുതിട്ട് ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത് വന്ന് നേരെ വരിക്ക് നിന്ന് കേട്ടോ ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് ചോറുണ്ണാൻ ഭയങ്കര ആഗ്രഹം, കാരണം കുറേ ആയിട്ട് ചോറുണ്ടിട്ട്. പിന്നെ അവർ പറഞ്ഞു കേട്ടോ, അനിയത്തിയൊക്കെ പറഞ്ഞു, അനിയത്തിയുടെ ഭർത്താവ് പറഞ്ഞു ചോറുണ്ണപ്പോൾ ചായ കുടിക്കുക അവിടെ നിന്ന്. പക്ഷേ ചോറിന് അത്ര ടേസ്റ്റ് കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോറിക്ക് വരിക്കുന്നു കേട്ടോ. അപ്പോൾ ചോറിന് വരിക്കുന്നൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, കാരണം ഒരു ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പിനാട്ടോ പോയി വരി നിൽക്കുന്നത്. പിന്നെ വേവേന്ന് പോകട്ടോ ആൾക്കാർ, കാരണം വലിയ ഹാളായ കാരണം നല്ല സ്ഥലമുണ്ട് കേട്ടോ, കുറേ ആൾക്കാർക്ക് ഒന്ന് ഭക്ഷണം കഴിക്കട്ടോ. അപ്പോൾ അമ്പലത്തിലെ ചോറ് തന്നെ പ്രത്യേക ടേസ്റ്റല്ലേ. അപ്പോൾ ഞങ്ങളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ചോറിട്ടിട്ടാണ് പോകും കേട്ടോ. കാരണം തിരക്കിലെ സമയമൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ചോറിട്ട് പോകും, അല്ലെങ്കിൽ നേരെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കുന്നല്ലാതെ ഹോട്ടലൊന്നും കയറില്ലൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ചോറിനാൻ വേണ്ടിയിട്ട് പിന്നെ പ്ലേറ്റൊക്കെ എടുത്ത്, പ്ലേറ്റും ഗ്ലാസ്സും നമ്മൾ കൈ പിടിച്ച് അത് നമ്മളവിടെ നിന്ന് ഇങ്ങനെ ഓരോ നിന്ന് മേടിച്ചിട്ട് വേണം അവിടെ പോയിരിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറും കറിയും, ഒരു മോര് കറി ഉണ്ടായിരുന്നു, പിന്നെ ഒരു എന്താ പറയുക എരിശ്ശേരി ഉണ്ടായിരുന്നു, പിന്നെ ഒരു അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അതന്നെ മതി കേട്ടോ, കാരണം ഒന്നും നമ്മൾ വീട്ടിലുണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കണം, പക്ഷേ ആ ചോറിനും കറിക്ക് എന്താ ടേസ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് നേരെ അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. മാമുണ്ടോ? കട അടച്ചിട്ട് ആരാണ്? ഞാൻ എന്താ പറഞ്ഞത്? ഉച്ചയ്ക്ക് നമ്മൾ മസാല ദോശ ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ അനിയത്തിക്ക് മസാല ദോശ കൊടുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവൾക്ക് അത് കൊടുന്ന് കൊടുക്കാൻ പറ്റില്ല കേട്ടോ, അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിരിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.